MCF നിർമ്മാണത്തിന് സ്ഥലം വാങ്ങിയതിൽ ഓഡിറ്റ് വിഭാഗത്തിന്റെ തടസ്സം നീക്കാൻ ഉപ്പുതറ പഞ്ചായത്ത് ശ്രമം ആരംഭിച്ചു. 338 സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞാണ് ഓഡിറ്റ് വിഭാഗം തടസ്സപ്പെടുത്തിയത്. അതിനാൽ ഭൂ ഉടമയ്ക്ക് നൽകാനുള്ള 2 ലക്ഷം രൂപ ഇനിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. 53 ലക്ഷം തനത് ഫണ്ടിൽ നിന്നും നൽകിയാണ് ഭൂമി രജിസ്റ്റർ ചെയ്തത്. ഉപ്പുതറ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് MCF നിർമ്മാണത്തിന് ആവശ്യത്തിന് 60 സെന്റ് ഭൂമി വാങ്ങിയത്. 53 ലക്ഷം രൂപ തനത് ഫണ്ട്, 2 ലക്ഷം രൂപ വികസന ഫണ്ട് ഉൾപ്പെടുത്തിയാണ് ആകെ 55 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രോജക്ട് ഏറ്റെടുക്കുകയും സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അനിൽ പ്ലാത്തറയുടെ കൈവശമുണ്ടായിരുന്ന 60 സെന്റ് ഭൂമി വാങ്ങിയത്. 53 ലക്ഷം രൂപ പണം നൽകിയെങ്കിൽ വികസന ഫണ്ടിൽ പെടുത്തി 2 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇനിയും ഇത് നൽകിയിട്ടില്ല. ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുമ്പോഴാണ് ഓഡിറ്റ് വിഭാഗം തടസ്സം ഉന്നയിച്ചത്. സ്ഥലം വാങ്ങുന്നത് തനത് ഫണ്ടിൽ നിന്ന് 53 ലക്ഷം രൂപ പ്രോജക്റ്റിൽ നിന്ന് നൽകുകയും ചെയ്തു. പീരുമേട് സബ് രജിസ്ട്രാർ ഓഫീസിൽ 912/25/1 നമ്പർ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 338 സർവേ നമ്പറിൽ ഉൾപ്പെട്ട സ്ഥലം തോട്ടം ഭൂമിയാണെന്നും കൈവശ ഭൂമിയുടെ വിവരം രേഖപ്പെടുത്താതെയാണ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് നൽകിയതെന്നും ഓഡിറ്റ് ഒബ്ജക്ഷനിൽ പരാമർശമുണ്ട്. വില്ലേജിൽ നിന്നും ഈ ഭൂമിയിൽ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, കൃഷിഭവൻ, വെറ്റിനറി ഡിസ്പെൻസറി, പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിൽ വേസ്റ്റ് മാനേജ്മെന്റിന് മതിയായ സൗകര്യങ്ങളില്ല. ദിവസേന ഉപ്പുതറ ടൗണിൽ നിന്നും കളക്ട് ചെയ്യുന്ന ജൈവ മാലിന്യം കമ്പോസ്റ്റ് ചെയ്യുന്നതിന് നിലവിലുള്ള തുമ്പൂർ മൂഴി മതിയാവില്ല. കൂടാതെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനും സോർട്ട് ചെയ്ത് നൽകുന്നതിനും MCF ഇല്ല. ഈ കുറവുകൾ പരിഹരിക്കുന്നതിന് MCF മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥലം വാങ്ങിയത്. പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ടെത്തിയ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമായതിനാൽ ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒഴിവാക്കി നൽകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.